പറയുന്നതല്ല, അന്വേഷണ ഏജൻസികൾ പറയുന്നു. പിണറായിയുടെ വോട്ടിന് കീഴെ കക്ഷത്തിലിരിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് കിട്ടാത്തത് ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ആ പുറത്തു കൊണ്ടുവരുമ്പോഴാണ് ഈ നിയോജക മണ്ഡലത്തിന്റെ ജനപ്രതിനിധി ആ കൊള്ളയിൽ പങ്കാളിയാണെന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത്. ആ ബാങ്കിന്റെ സെക്രട്ടറി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എഴുതി കൊടുത്ത മൊഴിക്കകത്ത് പറഞ്ഞിരിക്കുന്നു, ഈ 300-ലധികം കോടി രൂപയുടെ കൊള്ള നടന്നപ്പോൾ അനധികൃതമായി വായ്പ അനുവദിക്കുവാൻ ഇന്നത്തെ വ്യവസായ മന്ത്രിയും അന്ന് എറണാകുളം ജില്ലാ CPM സെക്രട്ടറിയുമായി ശ്രീ രാജീവ് ഇടപെട്ടിട്ടുണ്ട് എന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് രാജീവിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. ഇത് കാലം രാജീവിന് കാത്തുവച്ചിരുന്ന ഒരു കാവ്യനീതിയാണെന്ന് ഞങ്ങൾ കരുതുന്നു. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലം, 2.5 വർഷത്തിനു മുമ്പ് 10 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തിൽ റോഡ് വേണ്ടിടത്ത് റോഡ് കൊടുത്ത്, പാലം വേണ്ടിടത്ത് പാലം കൊടുത്ത്, അംഗൻവാടി വേണ്ടിടത്ത് അംഗൻവാടി കൊടുത്ത്, ആശ്വാസം കിട്ടേണ്ടവർക്ക് ആശ്വാസം കൊടുത്ത ഒരു MLA ഉണ്ടായിരുന്നു, ശ്രീ ഇബ്രാഹിം കുഞ്ഞ്. ആ ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയായിരുന്ന കാലത്ത് പാലാരിവട്ടത്തൊരു പാലം പണിതു ജനത്തിന്റെ ആവശ്യപ്രകാരം. ആ പാലത്തിന്റെ മേൽഭാഗത്ത് തേപ്പ് കനം കോൺക്രീറ്റ് ഇളകിപ്പോയി കമ്പി കണ്ടു എന്നുള്ള കാരണത്താൽ അന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശ്രീ രാജീവ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആഴ്ചകളോളം ആ പാലത്തിന്റെ മൂട്ടിൽ സമരം ചെയ്തു. ഇബ്രാഹിം കുഞ്ഞിന് രോഗമുണ്ടെന്ന് രാജീവിന് അറിയാമായിരുന്നു. രോഗത്തിന്റെ പിടിയിൽപ്പെട്ടിരുന്ന മനുഷ്യനെ പുറകെ നടന്ന് വേട്ടപ്പട്ടികൾ വേട്ടയാടുന്നത് പോലെ വേട്ടയാടി ഇന്ന് നിത്യരോഗിയായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ആ ഇബ്രാഹിം കുഞ്ഞ് അന്ന് ഒരുപാട് പേർക്ക് സഹായം ചെയ്തിട്ടുള്ള ഇബ്രാഹിം കുഞ്ഞ് ഇന്ന് വീട്ടിൽ നിൽക്കുന്നു. അതിന് കാരണക്കാരനാരാന്ന് ചോദിച്ചാൽ ഈ രാജീവ് മന്ത്രിയാണ്. ജില്ലാ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ ശ്രീധരൻ എന്ന് പറയുന്ന ടെക്നോക്രാറ്റായിരുന്ന ആള് പിന്നീട് BJP-കാരനായ ഈ ശ്രീധരനെ കൊണ്ട് പോലീസിനും കോടതിയിലും തെറ്റായ കണക്കും രേഖകളും കൊടുപ്പിച്ച് രാജീവിന്റെ നേതൃത്വത്തിൽ അന്ന് ഇബ്രാഹിം കുഞ്ഞിനെ ക്രൂശിച്ചതിന് കാലം കാത്തുവച്ചിരുന്നു ഇന്ന് രാജീവിന് കൊടുക്കാൻ. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വരുന്ന ആളുകളിൽ ശ്രീ പിണറായി വിജയൻ ശ്രീ രാജീവിന്റെ പേരിൽ നടപടിയെടുത്ത് രാജീവിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും അണിനിരത്തിക്കൊണ്ട് അതിശക്തമായ പ്രക്ഷോഭത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ ധർണാ സമരത്തിലെത്തിയ എല്ലാവരെയും അഭിവാദ്യം